ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ ആണ്. അപ്പൊ ഈ ഒരു കേസിൽ സ്പിയർ എന്തിന്റെ മോഡലാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഒരു ക്യൂബിന്റെ മോഡലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ എന്താണ് ആ സ്പിയറിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഡയമീറ്റർ തന്നിരിക്കുന്നത്? 50 mm ഡയമീറ്റർ തന്നിരിക്കുന്നത്. ക്യൂബിന്റെ സൈഡ് എത്ര തന്നിട്ടുണ്ട്? 30 mm തന്നിട്ടുണ്ട്. ഇപ്പൊ നോർമലി നമ്മൾ എപ്പോഴത്തെയും പോലെ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. സിമ്പിൾ പൊസിഷൻ ഇവിടുത്തെ കേസിൽ സ്പിയർ ആണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സംഭവം ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡയമീറ്റർ തന്നേക്കുന്നത് റേഡിയസ് കണ്ടുപിടിക്കുക. റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? റേഡിയസ് ഈസ് ഇക്വൽ ടു 25 mm ആയിരിക്കും. ക്യൂബിന്റെ സൈഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ചെയ്യണം. നമ്മളടുത്ത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ക്യൂബിന്റെ സൈഡിനെ എന്തായിട്ടിലോട്ട് ചേഞ്ച് ചെയ്തോളണം? നമ്മുടെ ഐസോമെട്രിക് സ്കെയിലിലോട്ട് ചേഞ്ച് ചെയ്തോളണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നോർമൽ ലൈൻ വരച്ചു. അതിൽ എത്ര ഡിഗ്രി എടുക്കണം? 30 ഡിഗ്രി. ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. എൻ്റെ ലൈനിൽ തന്നെ ആംഗിൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രൊട്രാക്ടർ എടുക്കുന്നില്ല. 30 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രി എടുത്തു. ദെൻ അടുത്ത എന്ത് ചെയ്യുക? 45 ഡിഗ്രി. അതും എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വെച്ച് നമ്മുടെ ബേസ് ആദ്യം വരച്ച ലൈനിൽ നിന്നാണ് എന്ത് വരയ്ക്കേണ്ടത്? 45 ഡിഗ്രി വരയ്ക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കണക്ക് തന്നെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ സ്കെയിലൊക്കെ എന്ത് നോർമൽ അതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിൽ എടുത്തതിന് ശേഷം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലെങ്ത് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത് അത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ നമുക്കിവിടെ മാറ്റേണ്ടത് 30 mm ആണ് മാറ്റേണ്ടത്. അപ്പൊ 30 mm എന്ത് ചെയ്യുക? നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ സ്കെയിലോട്ട് മാറ്റുക. അപ്പൊ 30 mm മാർക്ക് ചെയ്തു. ആ 30 mm മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എന്ത് വരയ്ക്കണം? നമ്മുടെ പെർപെൻഡിക്കുലർ ലൈൻ താഴേക്ക് വരച്ച് മുട്ടിക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഒരു റിവിഷൻ ആയിട്ട് കരുതിക്കൊള്ളാം. ഇതാണ് നമ്മുടെ നോർമൽ ഡയമെൻഷന്റെ ലൈൻ എന്ന് പറയുന്നത്. നോർമൽ ഡയമെൻഷൻ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഐസോ സ്കെയിൽ എന്ന് പറയുന്ന ഡയമെൻഷൻ. 30 ഡിഗ്രിയുടെ ലൈനാണ് എപ്പോഴും എന്തായിട്ട് വരുന്നത്? ഐസോ സ്കെയിൽ ആയിട്ട് വരുന്നത്. മറ്റത് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അതാണ് നോർമൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെഷർ ചെയ്യുമ്പോൾ സപ്പോസ് ഇപ്പൊ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ ഇങ്ങനെ എന്താ സ്കെയിൽ എടുത്ത് വെച്ച് മെഷർ ചെയ്യാൻ പോവാണ്. ആ വാല്യൂസും കൂടെ അവിടെ നിന്ന് എഴുതിയേക്കുക. എനിക്കിപ്പോൾ ഐസോ 30 കിട്ടിയത് 25 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എനിക്കറിയാം നമ്മുടെ ക്യൂബിന്റെ ഐസോ 30 എന്ന് പറയുന്നത് എത്ര ആണ്? 25 ആണെന്ന് അവിടെ എഴുതി. ഇനി ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ഓക്കെ, എന്താണ് നമ്മൾ വരയ്ക്കുന്നത്? ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ഷേപ്പ്, അതായത് ഇവിടെ വരയ്ക്കാൻ പോകുന്ന ഷേപ്പ് സ്പിയർ ആണ്. സ്പിയറിന്റെ കേസിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോൾ നമ്മൾ ആ ഒരു ടേബിൾ ഞാൻ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ അത് പഠിക്കുക. സെൻട്രൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു സെൻട്രൽ എന്ന് പറയുന്നത്, സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ ടേബിൾ അങ്ങ് കാണാതെ അടിച്ചോളാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ 0.816 ഇൻറ്റു SR ആണ് എന്തോന്ന്? നമ്മുടെ സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ഇനി റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊജക്ഷന്റെ കേസിൽ റേഡിയസിന് ചേഞ്ച് ഇല്ല, അത് സ്പിയർ റേഡിയസിനെ ആയിരിക്കും. SR എന്ന് പറയുന്നത് സ്പിയർ റേഡിയസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ SR എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 25 ആണ്. റേഡിയസ് ആണ്, ഡയമീറ്റർ അല്ല എടുക്കേണ്ടത്. അപ്പൊ 25 ഇൻറ്റു 0.816. അപ്പൊ 25 ഇൻറ്റു 0.816 മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന സാധനം 25 ഇൻറ്റു 0.816 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 20.4 എന്ന് കിട്ടും. അതായത് അത് വീണ്ടും എന്താവാണ്? ചെറുതാണ്, 20.4. ഇതാണ് സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതിന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ലൈൻ വരയ്ക്കും? XY ലൈൻ വരയ്ക്കും. ഓക്കെ, XY ലൈൻ വരച്ചു. XY ലൈൻ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. XY. ഇനി നമുക്ക് ആദ്യം വരയ്ക്കാനുള്ളത് ക്യൂബാണ്. കാരണം ക്യൂബിന്റെ സൈസ് അത്യാവശ്യം കൂടുതലാണ്. നമുക്ക് നോക്കുമ്പോൾ പറയാം ക്യൂബിന്റെ സൈഡ് ഐസോ 30 എത്ര? 25 ആണ്. അപ്പൊ നമ്മൾ ക്യൂബ് വരച്ചിട്ടാണ് ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആ റൂളർ എടുത്ത് ഇതിന് പാരലൽ ആയിട്ട് നമ്മൾ അത്യാവശ്യം ഇറക്കി താഴോട്ട് എത്ര വരയ്ക്കുക? 25 വരയ്ക്കുക. അപ്പൊ 25 വരച്ചു.
ഇനി അതിനെന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആക്കി ക്യൂബ് ആണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കണം. വീണ്ടും 25 താഴോട്ട്, എഗെയിൻ ഇവിടെയും 25 താഴോട്ട്, ദെൻ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി, ക്യൂബ് കിട്ടി. ഇനി ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ നമുക്ക് ഡാർക്ക് ഒന്നും വേണ്ട, ലൈറ്റ് ആയിട്ടുള്ള ലൈനാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഈ പച്ചയായിട്ട് വരയ്ക്കുന്ന ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, കാരണം നമ്മൾ മുകളിൽ ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ സെന്റർ കിട്ടി. ഇവിടെ വേണ്ട സർക്കിൾ ആണ്. ഓക്കെ, സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഇതാണ്. ഏതാണ്, ഇവിടുത്തെ റേഡിയസ് ചേഞ്ച് ആവുന്നില്ല, SR ചേഞ്ച് ആവുന്നില്ല. എത്ര തന്നെയാണ്, നമ്മുടെ 25 തന്നെയാണ്. ഓക്കെ, അപ്പൊ 25 എന്ത് ചെയ്യുക, എടുക്കുക. കൺഫ്യൂഷൻ ആവരുത്, നമ്മുടെ സ്പിയർ ആണ് വരയ്ക്കുന്നത്. സ്പിയറിന്റെ റേഡിയസ് ഐസോ സ്കെയിലോട്ട് മാറ്റുമ്പോൾ 25 ആണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. സോറി, 25 അല്ല, 20 ആണ്. സോറി മൈ മിസ്റ്റേക്ക്, 20 ആണ്. ഓക്കെ, ഐസോ അല്ല, ഐസോയുടെ കേസിൽ ഓക്കെ, നോക്കിയോ, അതാ ഈ ലൈൻ ചെയ്ത് വെച്ചേക്കാൻ നോക്കുക, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ വന്നു. നമ്മളിവിടെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത് സ്പിയറിന്റെ റേഡിയസ് ആണ്, പ്രൊജക്ഷൻ ആയതുകൊണ്ട്. അപ്പൊ അത് എത്ര തന്നെയാണ്, നമ്മളെ ഒറിജിനൽ സ്പിയർ റേഡിയസ് തന്നെയാണ്, 25 തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, 25 എടുത്ത് വെച്ച് സർക്കിൾ വരയ്ക്കുക. നോർമലി കോമ്പസ് എടുക്കുക, 25 എന്ത് എടുക്കുക. എനിക്ക് ഇതിനകത്തും കുറച്ച് കൂടുതലുണ്ട്, കാരണം ഇതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിന്റെ റേഡിയസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ 25 എന്ന് സപ്പോസ് വിചാരിക്കുക. ആ 25 വെച്ച് എന്ത് ചെയ്തിരിക്കുക, നമ്മുടെ സ്പിയറിന്റെ ആ സർക്കിൾ ഷേപ്പ് ടോപ്പ് വ്യൂ ആയിട്ട് വരയ്ക്കുക. ഇതാണ് ഇപ്പൊ എന്റെ 25 റേഡിയസിലുള്ള ടോപ്പ് വ്യൂ. അപ്പൊ അടിയിൽ ക്യൂബ്, മുകളിൽ എന്താണ് സ്പിയർ. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യണം. പ്രൊജക്ട് ചെയ്ത് ഇതിന്റെ ഫ്രണ്ട് വ്യൂസും കൂടെ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണ്ട സാധനം മെയിൻ ആയിട്ട് ക്യൂബ് ആണ്. ബാക്കിയുള്ള സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം സ്പിയർ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സൈഡ് എൻഡ് നമുക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, വരച്ചാലും പ്രശ്നമൊന്നുമില്ല. ദെൻ ക്യൂബിന്റെ ഹൈറ്റും എത്ര തന്നെ ആയിരിക്കും, ഇവിടുത്തെ ഐസോ സ്കെയിൽ ആയതുകൊണ്ട് 25 തന്നെ ആയിരിക്കും. ക്യൂബ് ആണ്, 30 ആണ്, പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഐസോ 30 എടുക്കണം. അപ്പൊ എത്ര ആയിരിക്കും, 25 ആയിരിക്കും. ആ 25 എന്ത് ചെയ്യാം, മുകളിലോട്ട് ഹൈറ്റ് എടുക്കുക. എടുത്തു, ഹൈറ്റ് എടുത്തു. ദെൻ അതെന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് ക്യൂബിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്താണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കേസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ക്യൂബിന്റെ സെന്റർ അറിയണം. അപ്പൊ ക്യൂബിന്റെ സെന്റർ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം. അതായത് നമ്മളെ സ്പിയർ ഇതിന്റെ മുകളിലാണ് വെക്കുന്നത്, പക്ഷേ ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ ആകുമ്പോൾ സെൻട്രൽ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എത്രയാണ് സെൻട്രൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്, സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20.4 ആണ്. ഓക്കെ, അതായത് 2.4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കേസ്, ആ 2.4 സെന്റിമീറ്റർ സെൻട്രൽ ഡിസ്റ്റൻസ് ആണ് എടുക്കാനുള്ളത്. മാറിപ്പോരുത്, ഈ സെന്ററിൽ നിന്ന് 2.4 ഡിസ്റ്റൻസ് എടുക്കണം. ഈ സെൻട്രൽ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരയ്ക്കാനുള്ള സർക്കിളിന്റെ റേഡിയസ് എടുക്കേണ്ട സെന്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2.4 എന്ന് പറയുന്നത് ഏകദേശം എവിടെ വരും, ഇതാ ഈ ഒരു പോയിന്റ് ആണ് 2.4. അതൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് സെൻട്രൽ ഡിസ്റ്റൻസ്. ഞാൻ ഈ സെന്റർ മുതൽ നമ്മുടെ ആ 2.4 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെൻട്രൽ ഡിസ്റ്റൻസ് ആയ ഡിസ്റ്റൻസ് 20.4 mm ആണ്, അതായത് 2.4 സെന്റിമീറ്റർ ആണ്.
ആ 2.4 സെന്റിമീറ്ററിലേക്ക് എന്ത് ചെയ്തു നമ്മളെത്തി. 20.4 എന്ന് വെച്ചാൽ 2.4 എന്ന് പറയാൻ പറ്റില്ല, 2 ആണ്. ഓക്കെ, 2 സെന്റിമീറ്റർ എന്ത് ചെയ്യാം, മുകളിലോട്ട് എടുക്കുക. ആ പോയിന്റ് എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ദെൻ ഇവിടെ റേഡിയസ് വ്യത്യാസമില്ല, റേഡിയസ് എത്ര തന്നെയാണ്, 25 തന്നെയാണ്. അപ്പൊ 25ന് എന്ത് ചെയ്യുക, അതേ സെയിം റേഡിയസിന്റെ 25 mm പിടിക്കുക, കോമ്പസിലേക്ക് മാറ്റുക, നേരെ എടുത്തോണ്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പം വരച്ച ആ സെൻട്രൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, സെന്റർ വരയ്ക്കാൻ എവിടെയാണോ എടുക്കുന്നത് അതുവരെ എന്ത് ചെയ്യുക, സാധനം കൊണ്ട് വയ്ക്കുക. അവിടെ വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കുക. അപ്പൊ നിങ്ങൾ അവിടെ വെച്ച് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇതാ ഈ ക്യൂബിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്ത് സ്ഫിയർ കയറി പോയേക്കണമെന്ന് തോന്നും, പക്ഷെ നമ്മൾ വരയ്ക്കുമ്പം അത് അങ്ങനെയാണ് വരയ്ക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സാധനം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ 3D വ്യൂ, അതായത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഓർത്തിക്കേണ്ട കേസ് സെൻട്രൽ ഡിസ്റ്റൻസ്, ആ സർക്കിൾ വരയ്ക്കുന്ന സെന്റർ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കുന്ന സെന്റർ ആണ്, നമ്മുടെ ഇതിൽ നിന്ന് എടുക്കുന്ന സെന്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇതിന്റെ 3D വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ബേസ് ലൈൻ വരയ്ക്കുക. അതിൽ ഒരു പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി, രണ്ട് സൈഡിലോട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഇവിടെ 30 ഡിഗ്രി, ദെൻ ഇവിടെ നിന്ന് 30 ഡിഗ്രി, ദെൻ നമ്മൾ എത്രയാണ് ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് ഐസോ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഐസോ 30 എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ 25 വെച്ച് വേണം എന്ത് ചെയ്യാൻ, ആ ബേസ് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പൊ ഇതാണ് എന്റെ 25 ആണെങ്കിൽ അത് കോമ്പസിലോ സ്കെയിലിലോ എടുത്ത് നിങ്ങളെ ഇഷ്ടമാണ്. ചെറിയ വാല്യൂസ് ആണെങ്കിൽ സ്കെയിൽ എടുക്കുന്നതാണ് നല്ലത്. കോമ്പസ് എടുക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, കാരണം ചെറിയ വാല്യൂസ് ചെറിയ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടെയും രണ്ട് ആർക്ക് കട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്പറിങ് വലിയ പ്രശ്നമില്ല കേട്ടോ, ബേസിക് ക്യൂബ് ആണ്. അപ്പം എന്താണ് അത് ഷേപ്പ് വരയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. അതെടുത്ത് വെച്ച് അടുത്ത ആർക്ക്, ദെൻ നെക്സ്റ്റ് പോയിന്റ് വെച്ചു, അടുത്ത ആർക്ക്, അതിനുശേഷം ബേസ് ജോയിൻ ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ക്യൂബിന്റെ ബേസ് ഷേപ്പായി സ്ക്വയർ കിട്ടും. ഇനി ഇതിൽ നിന്ന് എല്ലായിടത്തുനിന്നും ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, ആ ഹൈറ്റ് എന്ത് ചെയ്യുക, മുകളിലോട്ട് എടുക്കുക. ഐസോ 30, അതായത് ക്യൂബിന്റെ സൈഡ് ഐസോ ആണ്. അപ്പൊ ഐസോ 30 ആണ്. ഐസോ 30 എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് കിട്ടിയ വാല്യൂ 25 ആണ്. നിങ്ങൾക്ക് ഏതാണോ ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് വെച്ച് എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ദെൻ എന്ത് ചെയ്യുക, ആ ഷേപ്പ് ക്ലോസ് ചെയ്യുക, മുകളിലത്തെ ആ ബോക്സ് ക്ലോസ് ചെയ്യുക. നമ്മൾ ബോക്സ് മെത്തേഡ് വരയ്ക്കുന്നതന്നെ ഇവിടെ ബോക്സ് തന്നെയാണ് ക്യൂബ്, അടിയിലത്തെ ഷേപ്പ് എന്താണെന്ന് ക്യൂബിക്കൽ ഷേപ്പ് ആണ്, ഇങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, ദെൻ ഇതിന്റെ മണ്ടയിലാണ് എന്തിരിക്കുന്നത്, സ്പിയർ ഇരിക്കുന്നത്. ഇനിയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പൊ നോർമലി ഉള്ള കേസ് കണക്ക് തന്നെയാണ് എന്ത് ചെയ്യണം, ഈ ഷേപ്പിന്റെ സെന്റർ കണ്ടുപിടിക്കണം. അപ്പൊ സെന്റർ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട, ഓപ്പോസിറ്റ് സൈഡ്സ് ക്രോസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ കറക്റ്റ് സെന്റർ പ്രോപ്പർ ആയിട്ട് കിട്ടും. ഇതാണ് സെന്റർ. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, നമ്മുടെ സ്പിയറിന്റെ സെൻട്രൽ ഡിസ്റ്റൻസ് എടുക്കുന്നത്. അതായത് എവിടെയാണോ സ്പിയർ ഇരിക്കുന്നത് അറിയാൻ വേണ്ടി എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഏത് ഒബ്ജക്റ്റിന്റെ മുകളിലാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ടോപ്പ് സർഫസിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെൻട്രൽ ഡിസ്റ്റൻസ് ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രയാണ് കിട്ടിയത്, ഇവിടെ നോക്കുമ്പോൾ അറിയാം ഡിസ്റ്റൻസ് ടു സെന്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20.4 ആണ്. അതായത് എത്ര വരും,
അപ്രോക്സിമേറ്റ്ലി 2 സെന്റിമീറ്റർ, 2.1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ 2.1 ഈ പോയിന്റ് വെച്ച് എന്ത് വരയ്ക്കുക, 2.1 ഡിസ്റ്റൻസ് മുകളിലോട്ട് ഒരു സെന്റർ മാർക്ക് ചെയ്യുക. അതായത് ഇതാണ് ആ സെന്റർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അത് മാർക്ക് ചെയ്യുക. ഇതാണ് സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മറന്നു പോരുത്, ഞാൻ ഒന്നും കൂടി പറയാണ്. എവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിന്റെ ടോപ്പ് സർഫസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ്, ആ സെന്റർ വരയ്ക്കാൻ, സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിരിക്കുന്ന സെന്റർ ആണ് സെൻട്രൽ ഡിസ്റ്റൻസ്. അത് ആ ടോപ്പ് സർഫസിന്റെ സെന്ററിൽ നിന്നാണ് എടുക്കാൻ. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ കോമ്പസ് എടുത്ത് എവിടെയാണോ നമ്മൾ ആ സെന്റർ മാർക്ക് ചെയ്തത്, സെൻട്രൽ ഡിസ്റ്റൻസ് ടോപ്പ് സർഫസിൽ നിന്ന് മാർക്ക് ചെയ്ത സെൻട്രൽ ഡിസ്റ്റൻസിലോട്ട് വയ്ക്കുക. നമുക്ക് വേണ്ട റേഡിയസ് അതിപ്പോ എത്രയാണ്, ചേഞ്ച് ഇല്ല, 25 ആണ്. അവിടെ വെച്ച് വേണം എന്ത് വരയ്ക്കാൻ, നമ്മുടെ ആ സ്പിയറിന്റെ വ്യൂ ആയിട്ടുള്ള സർക്കിളിനെ വരയ്ക്കാം. ഇവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ കറക്കിങ് വരയ്ക്കുക. കണ്ടോ, ഇതാണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത്, ഞാൻ വീണ്ടും പറയാണ്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ആ ഏതാണോ ടോപ്പ് സർഫസ്, അത് ഏതാണെങ്കിലും ആവാം. ഇപ്പൊ ഇവിടെ ക്യൂബ് ആണെന്നേ ഉള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് പ്രൊജക്ഷന്റെ കേസിൽ ചേഞ്ച് ആവും. പിടി കിട്ടിയോ? ഇനി മറ്റേതാണെങ്കിൽ എന്താണ്, ഐസോമെട്രിക് വ്യൂവിന്റെ കേസിലാകുമ്പം വരുന്ന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഐസോമെട്രിക് വ്യൂവിന്റെ കേസിലാകുമ്പോൾ വേറെ മാറ്റമൊന്നും വരത്തില്ലടാ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെയാണ്, വ്യൂവിന്റെ കേസിലാകുമ്പോൾ സെൻട്രൽ ഡിസ്റ്റൻസ് അതിന്റെ റേഡിയസ് തന്നെ ആയിരിക്കും. ഡിസ്റ്റൻസ് ടു ദ സെന്റർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് തന്നെയായിരിക്കും, മാറ്റമൊന്നും വരില്ല. പക്ഷേ അതിന്റെ എന്ത് മാറും, റേഡിയസ് എന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് എന്തായിട്ട് ചേഞ്ച് ആവും, 1.225 ഇൻറ്റു അതിന്റെ നോർമൽ റേഡിയസ് ആയിട്ട് ചേഞ്ച് ആവും. ഇതാണ് ആ റേഡിയസ്. വരയ്ക്കുന്നതൊന്നും വ്യത്യാസമില്ല, സെയിം പ്രൊസീജിയർ ആണ്, പക്ഷെ അതിന്റെ മെഷർമെന്റ്സിൽ ചേഞ്ച് വരും. ഓക്കെ, അപ്പൊ ഇതൊന്ന് വരച്ച് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.